ഹലോ ഗൈസ്, നമസ്കാരം. സുമതി വളം എന്ന് പറയുന്ന പടം കണ്ടു. മാളികപ്പുറം ടീമിൻ്റെ പുതിയ പടം. നമ്മുടെ അർജുന അശോകനാണ് നായകനായിട്ട് എത്തിയിട്ടുള്ളത്. ഹൊറർ കോമഡി ജോണറിൽ ഒരുക്കിയിട്ടുള്ള പടം. ഈ സിനിമ എനിക്കൊരു എബോ ആവറേജ് പടമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ ഹൊറർ കോമഡി ജോണറിൽ ഹൊറർ നന്നായിട്ട് വർക്കായിട്ടുണ്ട്, പക്ഷേ കോമഡി കുറച്ച് പാർഷ്യലി വർക്കായിട്ടുള്ള പോലെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ ആദ്യ പകുതിയാണ് ഈ ഒരു പടത്തിൻ്റെ സ്ട്രോങ് സോൺ, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത്. കാരണം ഇതിലെ ഹൊറർ സീനുകളൊക്കെ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലെ ഹൊറർ സീനുകളൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടായിട്ടുണ്ട്. ആ ഒരു വളവെന്ന് പറയുന്ന സുമതി വളവെന്ന് പറയുന്ന ഒരു വളവിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഭയം നിലനിർത്തിയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പടത്തിന് തീർച്ചയായിട്ടും സാധിക്കുന്നുണ്ട്. ശരിക്കും പടം ആ ഒരു വളവിലേക്ക് എത്തുന്ന സീനുകളിലൊക്കെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നല്ലൊരു മേക്കിംഗ് ക്വാളിറ്റി ഈ ഒരു സിനിമയിൽ, പ്രത്യേകിച്ചും ഹൊറർ സീനുകളിലൊക്കെ നന്നായിട്ട് വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇൻ്റർവെൽ പോർഷനൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഒരു കിഡിലും പോയിന്റിലാണ് അവർ കൊണ്ടുവന്ന് നിർത്തുന്നത്. പക്ഷേ അതിനുശേഷം ചരട് പൊട്ടിയ പട്ടം പോലെ ഈ പടം എങ്ങോട്ടൊക്കെയോ പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് രണ്ടാം പകുതിയിൽ കാണാൻ പറ്റുന്നത്. കൃത്യമായിട്ട് ഈ പടത്തിൻ്റെ കഥ ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ ലോക്കലായിട്ടുള്ളൊരു കഥയാണ്, വളരെ ബേസിക് ആയിട്ടുള്ളൊരു കഥയാണ്. അതിലൊക്കെ അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഹൊറർ മൂഡ്, അല്ലെങ്കിൽ ഒരു സുമതി വളവെന്ന് പറയുന്നൊരു വളവ് ക്രിയേറ്റ് ചെയ്ത് അവിടുത്തെ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഹൊറർ സീനുകളൊക്കെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ബേസിക്കലി ഇതൊരു ഹൊറർ സ്റ്റോറി അല്ല, അല്ലെങ്കിൽ ഇതൊരു റൊമാൻസിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടുള്ളൊരു സ്റ്റോറിയാണ്. വളരെ ബേസിക് ആയിട്ടുള്ള, കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ലാത്തൊരു വളരെ തിന്നായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അത് നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലാവുക. കാരണം ഫസ്റ്റ് ഹാഫൊക്കെ കുറേ അങ്ങനെ വല്ലാതെ കഥയിലേക്കൊന്നും കിടക്കാണ്ട് ആ ഒരു ഗ്രാമവും അവിടെ കുറേ ഹൊറർ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരു പോയിന്റിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി തന്നെയായിരിക്കും സെക്കൻഡ് ഹാഫിലും വരാൻ പോകുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല. അതിനെ ജസ്റ്റ് ഒരു ബാക്ക് ഡ്രോപ്പ് ആക്കി വെച്ചുകൊണ്ട് വേറൊരു കഥയാണ് പടം പറയുന്നത്. അപ്പോൾ ആ കഥ വളരെ മോശമായിരുന്നു. അതിൽ തന്നെ കുറേ ക്രിഞ്ച് സീനുകളൊക്കെ സെക്കൻഡ് ഹാഫിൽ കടന്നു വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഒട്ടും തൃപ്തി തരാത്തൊരു സെക്കൻഡ് ഹാഫാണ് ഈ ഒരു പടത്തിൻ്റെത്. അനാവശ്യമായിട്ട് കുറേ പാട്ടുകളൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട്. ചില പാട്ടുകളൊക്കെ വരുന്ന സീന് കണ്ടു കഴിഞ്ഞാൽ ആ സീനിൽ തന്നെ നമുക്ക് ആ സീനിൻ്റെ ഒരു മൂഡ് മൊത്തത്തിൽ സ്പോയിൽ ചെയ്യുന്ന തരത്തിലാണ് ആ പാട്ട് വരുന്നത്. അത് പ്ലേസ് ചെയ്തിട്ടുള്ളത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. പിന്നെ ഇതിലെ പെർഫോമൻസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അർജുന അശോകൻ വളരെ നന്നായിട്ട് തന്നെ പുള്ളിയുടെ വേഷം ചെയ്തിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ട് പുള്ളി ആ ഒരു ക്യാരക്ടർ ചെയ്ത് വെച്ച് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗോകുൽ സുരേഷ് ആയാലും നന്നായിരുന്നു. പുള്ളി ശരിക്കും ഗോകുൽ സുരേഷിനെ പലയിടത്തും കാണുമ്പോഴും ശരിക്കും സുരേഷ് ഗോപിനെ ഓർമ്മിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് പുള്ളി പെർഫോം ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ റോളും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ വില്ലനായിട്ട് വന്നിട്ടുള്ളത് ശ്രാവൺ മുകേഷാണ്. വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു പുള്ളിയുടെ ഡയലോഗ് ഡെലിവറി ആയാലും എക്സ്പ്രഷൻസ് ആയാലും ഒക്കെ വളരെ മോശമായിരുന്നു. ഒരു ആറ്റിറ്റ്യൂഡ് പിടിച്ച് ഇങ്ങനെ പോകാമെന്നല്ലാണ്ട് കാര്യമായിട്ട് ഒന്നിലും പുള്ളിക്ക് അങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള തരത്തിലുള്ള യാതൊരു പെർഫോമൻസും പുള്ളിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അതുപോലെ തന്നെ അഭിലാഷ് പിള്ള ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ചെറിയ റോളൊക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ അഭിലാഷ് പിള്ളയുടെ റോൾ ഈ പടത്തിൽ ത്രൂ ഔട്ടുണ്ട്. എല്ലാ സീനിലും അഭിലാഷ് പിള്ള ഉണ്ടെന്ന് പറയുന്ന പോലെയാണ്. അതിന് മാത്രമുള്ളൊരു പെർഫോമൻസ് പുള്ളിയുടെ ഭാഗത്തുനിന്ന് വരുന്നുമില്ല. അതൊരു അനാവശ്യമായിട്ടുള്ളൊരു കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ പടത്തിലുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഈ മലയാളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ വന്നിട്ടുള്ള ഹൊറർ സീനുകളൊക്കെ വെച്ച് നോക്കിയാൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് എടുത്തിട്ടുള്ള നല്ല ക്വാളിറ്റി മീറ്റ് ചെയ്യുന്ന ഹൊറർ സീനുകൾ ഈ പടത്തിലുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ഹൊറർ സീനിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങളെ നന്നായിട്ട് ഈ പടത്തിൻ്റെ ഒരു വെർഡിക്റ്റ് പറയുമ്പോൾ നന്നായിട്ട് അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ അത് നിങ്ങൾക്ക് അത്രയ്ക്ക് ഒരു മിഡായിട്ടാണ് തോന്നുന്നതെങ്കിൽ പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു പടം തീരെ ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഫസ്റ്റ് ഹാഫ് നന്നായിട്ട് വർക്കായി. അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിൽ സെക്കൻഡ് ഹാഫ് കുറച്ച് വേണ്ടത്ര വന്നില്ലെങ്കിൽ കൂടി ക്ലൈമാക്സ് ഒക്കെ കൂടി ഒരു ഓക്കെ ഫീൽ കിട്ടി. ഒരു എബോ ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. പടം നിങ്ങളും കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക.